വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ മുരാരി ബാബുവിൽ നിന്നും അന്വേഷണ സംഘത്തിന് SITക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 35 വർഷം എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെ മാറി മാറി വരുന്നു. പക്ഷേ മുരാരി ബാബു അവിടെയുണ്ട്. മുരാരി ബാബു അവിടെ ദേവസ്വം ഗാർഡായി വന്ന ശേഷം ഇപ്പോൾ ഏറ്റവും മുകളിലെ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു താപ്പാന എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ ദേവസ്വം ബോർഡുകളെ തന്നെ നിയന്ത്രിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്ന, അവിടെ കാലങ്ങളായുള്ള വർഷങ്ങളായി ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് മുരാരി ബാബു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് SIT തലവൻ ശ്രീ വെങ്കിടേഷ് അവിടെ എത്തുന്നു. അല്പനേരം അവിടെ ചർച്ച നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ കിട്ടുകയും SITക്ക് അകത്ത് ഒരു വലിയ ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോടതിയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല മുരാരി ബാബുവിനെ. എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല? വേണ്ട വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വിവരങ്ങൾ ഇനി പോകുക കൂടുതൽ അറസ്റ്റുകളിലേക്കാണോ എന്നാണ് നമുക്കറിയേണ്ടത്. SIT വളരെ ശ്രദ്ധിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ കൂടിയാലോചനയിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന രേഖയാണ്. ആ രേഖയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും 2019 നടന്ന സംഭവങ്ങൾക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് 2019 കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എന്തിനെ തന്ത്രിയെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ കോടതിയുടെ പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നൊരാവശ്യമായി പ്രശാന്ത് കോടതിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വെറുതെ കോടതി ഒരു കാര്യം പറയില്ല. കോടതിക്ക് കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന റിപ്പോർട്ട് എന്ത് എന്നതും പ്രധാനമാണ്.